വർഷത്തിൽ 4 കോടി രൂപ വിറ്റുവരവുള്ള ചായ കച്ചവടത്തിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് പറയുന്നത്. MBA ചായ്വാല എന്ന് പറയുന്ന ചായ്വാലനെ കുറിച്ചിട്ട് പ്രഫുൽ അദ്ദേഹത്തിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. കേരളത്തിൽ അദ്ദേഹത്തിന്റെ ഫ്രാഞ്ചൈസികൾ അങ്ങനെ കാണൽ കുറവാണ്. എങ്കിലും നമ്മൾ അദ്ദേഹത്തിന്റെ സ്റ്റോറി ഒന്ന് പഠിക്കേണ്ടതുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം UP-യിലാണ് വളർന്നത്. അഹമ്മദാബാദിലേക്ക് ഷിഫ്റ്റായി. അഹമ്മദാബാദിൽ അദ്ദേഹം പോയി അങ്ങനെ MBAക്ക് ചേരണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനുള്ള സാമ്പത്തിക സ്ഥിതി മറ്റു സ്ഥിതികളും അദ്ദേഹത്തിന് ഒത്തൊരുമിച്ച് വന്നില്ല. അദ്ദേഹം KFC-യിൽ ജോലിക്ക് പോയി. KFC-യിൽ ജോലി ചെയ്ത് അവിടുന്ന് അദ്ദേഹം ഈ ആളുകൾക്ക് ഇത് എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ള മീൻസ് കസ്റ്റമർ സർവീസും മറ്റു കാര്യങ്ങളെ കുറിച്ചിട്ട് അദ്ദേഹം വളരെ നന്നായി മനസ്സിലാക്കി. അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ അഹമ്മദാബാദിൽ നിന്ന് ആ ഷോപ്പിൽ നിന്ന് മറ്റൊരു ചെറിയൊരു ചായക്കട റോഡ് സൈഡിൽ ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ഇംഗ്ലീഷിലൊക്കെ നന്നായി സംസാരിക്കുന്ന ഈ വ്യക്തിനെ കുറിച്ചിട്ട് അവിടെ പെട്ടെന്ന് പ്രചരിക്കപ്പെട്ടു. അന്നത്തെ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ അത് ഭയങ്കര ഒരു വൈറലാവുകയും ചെയ്തു. അങ്ങനെ ആ ഭാഗത്തുള്ള കടക്കാർ അയാളെ സ്വാഭാവികമായിട്ട് ഓടിച്ചു വിട്ടു. അങ്ങനെ അദ്ദേഹം വേറൊരു സ്ഥലത്ത് കുറേ കൂടെ തയ്യാറെടുപ്പോട് കൂടിയിട്ട് ഒരു ചായക്കട തുടങ്ങാൻ തീരുമാനിച്ചു. അപ്പോൾ അതിന് ബോർഡ് വയ്ക്കുമ്പോൾ അദ്ദേഹം അതിന് പേരിട്ടത് MBA ചായ്വാല എന്നാണ്. ഇന്ന് അദ്ദേഹം ഏകദേശം ഒരു 60ഓളം ഔട്ട്ലെറ്റ്സുകളൊക്കെ ആയിട്ട് വർഷത്തിൽ 4 കോടി രൂപ വരുമാനമുള്ള ഒരു ചായ കമ്പനിയായി മാറിയിരിക്കുകയാണ്. അപ്പം ചായ കച്ചവടം തുടങ്ങുന്നവർ ഒന്നും നിസ്സാരമല്ല. എല്ലാം അതിൻ്റെതായ ഔദ്യോഗികമായ രീതിയിൽ പഠിച്ച് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് വിജയിപ്പിക്കാൻ സാധിക്കും. അപ്പം ഞാൻ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ഇതിൽ ചോദിക്കുകയാണ്. ഈ ചായ നമ്മളെല്ലാവരും കുടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ പ്രത്യേകിച്ച് കേരളത്തിൽ ചായ കുടിച്ചിട്ട് നമ്മൾ ബാംഗ്ലൂർ പോലത്തെ സിറ്റിയിലൊക്കെ പോയി ചായ കുടിച്ചു കഴിഞ്ഞാൽ ഇത് എത്ര ഉണ്ടാവുള്ളൂ, പക്ഷെ അത് കഴിച്ച പോലെ ഇരിക്കും. എന്തുകൊണ്ടായിരിക്കും ഇത്? അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാന കാരണം ഞാനിവിടെ പറഞ്ഞുതരാം. പാലിൻ്റെ വേവിൻ്റെ സമയം ആളുകൾക്ക് അറിയില്ല. അപ്പോൾ ആളുകൾ വിചാരിക്കും എന്താണ് പാല് തിളച്ച ചായപ്പൊടി പഞ്ചസാര ഇട്ടാൽ പോരെ? അല്ല. കാരണം നമ്മളിപ്പോൾ ഒരു ഫിഷോ അല്ലെങ്കിൽ ഒരു ചിക്കനോ അല്ലെങ്കിൽ ഒരു മട്ടനോ ഒക്കെ നമ്മൾ അതിൻ്റെ മസാല ഒക്കെ കലക്കിയിട്ട് ഇത് ജസ്റ്റ് ഒരു വിസിലടിച്ചു കഴിഞ്ഞാൽ ചിക്കൻ ചിലപ്പോൾ കഷ്ടി പോകും, ബാക്കിയുള്ളതൊന്നും വേവില്ല, തിളച്ച പോലെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനെപ്പോലെ നിശ്ചയിക്കപ്പെട്ട സമയങ്ങളുണ്ട്. അതുപോലെ പാലിനും വേവേണ്ട ഒരു സമയമുണ്ട്. നിങ്ങൾക്ക് അറിയെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്യുന്ന ആൾക്ക് എത്ര മിനിറ്റ് കൊണ്ട് പാല് വേവും, പിന്നെ അത് അതിൻ്റെ സൂപ്പർ വേവാണ്, ഇത് എത്ര മിനിറ്റാന്ന് നിങ്ങൾക്ക് അറിയെങ്കിൽ. ഇത് പറയുമ്പോൾ ആരും ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യണ്ട. അല്ലാതെ നിങ്ങൾക്ക് അറിയെങ്കിൽ നാച്ചുറലായിട്ട് സത്യസന്ധമായിട്ട് മറുപടി പറയാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കമൻറ്റിലൊന്ന് ഇടുക. ബാക്കി നമുക്ക് ഡിസ്കഷനിൽ കൊണ്ടുവരാം. അപ്പോൾ ചായ എന്ന് പറയുന്നത് ചായനെ സംബന്ധിച്ച് അത് ഇന്ത്യയിൽ മൊത്തത്തിൽ ഒരു ശീലമുള്ള കാര്യമാണ്. ചായയും കാപ്പിയും പ്രത്യേകിച്ച് ബാംഗ്ലൂരിൽ പോയി കഴിഞ്ഞാൽ ഇന്ദിരാനഗറിൽ 100 തരം ചായയും ഈ ബിസ്ക്കറ്റുകളും മാത്രമായിട്ട് വിൽക്കുന്ന ഒരു ഷോപ്പുണ്ട്. ഇന്ദിരാനഗറിൽ നിങ്ങൾ ജസ്റ്റ് ഓട്ടോറിക്ഷക്കാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും. അങ്ങനെ നിരവധി ഇന്ന് ചായ് വാല എന്ന് പറഞ്ഞ് അതുപോലെ പല പല കോഫി ഡേ എന്നൊക്കെ പറയുന്ന പോലെ ചായ കമ്പനികൾ, ചായയുമായിട്ടുള്ള ഒരുപാട് കമ്പനികളുണ്ട്. ഒരു 100 സ്ക്വയർ ഫീറ്റ് സ്ഥലമാണെങ്കിൽ പോലും അത് ചെയ്യാം. പക്ഷേ അതും സ്ട്രാറ്റജിക്കലായിട്ടും മറ്റും ഒക്കെ നമ്മൾ വിശദമായി പഠിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ വ്യത്യസ്തമായ ചായലകൾ ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചില ചായ കുടിച്ചു കഴിഞ്ഞാൽ നമുക്കത് മറക്കാൻ പറ്റില്ല. അങ്ങനത്തെ ചായകളൊക്കെ ഞാനും കുടിച്ചിട്ടുണ്ട്. അത്തരം ചായപ്പൊടികൾ വാങ്ങാനും അത് മിക്സ് ചെയ്യാനും അത് ഉണ്ടാക്കിയെടുക്കാനൊക്കെ നമ്മൾ പഠിച്ചാൽ ഉറപ്പായിട്ടും. അതുപോലെ പാലിൻ്റെ വേവ് അതറിയില്ലെങ്കിൽ കാര്യം പോക്കാം. അതുപോലെ വേവിച്ചെടുക്കാനൊക്കെ നമ്മൾ പഠിച്ച് പല മിക്സിങ്ങുകളും ചെയ്യാനും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഉഗ്രൻ ചായ ഉണ്ടാക്കുകയും ചെയ്യാം, അതിൽ ബിസിനസ് ചെയ്യുകയും ചെയ്യാം. പിന്നെ നമ്മൾ ചെയ്യുന്ന സ്ഥലം, നമുക്ക് ഈ ചായയും കാപ്പിയൊക്കെ നമ്മളെ നാടൻ സ്റ്റൈലിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു 10-15 രൂപ കിട്ടും. നമ്മൾ കുറച്ച് ഒരു AC റെസ്റ്റോറൻ്റ് ഒക്കെ ആണെങ്കിൽ 20-30 രൂപയാണ്. നമുക്ക് ചായയുടെ ശരിക്കും നല്ല ലാഭം കിട്ടണമെങ്കിൽ ഒരു 90 റുപ്പീസ് ടു നമ്മളെ കോഫി ഡേക്കാർ ചെയ്യുന്ന പോലെ അതേ സ്ട്രാറ്റജിയിൽ ഒരു 100 റുപ്പീസ് ടു 200 റുപ്പീസ് വരെ വിൽക്കാൻ പറ്റിയ സൂപ്പറായി. ഒരു 10 ചായ 20 ചായ വിറ്റ് കഴിഞ്ഞാൽ സംഭവം കിടലിനായിരിക്കും. ചായയും കാഫിക്കാണ്. അതുപോലെ കോഫിയിലൊക്കെ പല പല വെറൈറ്റി കോഫി കാര്യങ്ങളൊക്കെ ഉണ്ട്, ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ. അതിലും കുറേ ഡിസൈനിങ് മനോഹരമായ കാര്യങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. അപ്പം അത്തരത്തിൽ നിങ്ങൾക്ക് കഴിയുകയാണെങ്കിൽ ഇതൊരു സൂപ്പർ ബിസിനസ് തന്നെയാണ്. അപ്പോൾ ചായയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കൂടുതൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ പഠിക്കാം. അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടും ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ചായൻ്റെ കുറിച്ചിട്ട് നമ്മൾ ഈ പറഞ്ഞ കഥയും അതുപോലെ അതിലെ ഇൻസ്പയർ ആയിട്ടുള്ള കാര്യങ്ങളും നിങ്ങളത് വേണ്ട വിധത്തിൽ മനസ്സിലാക്കിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്തരത്തിലുള്ള എപ്പിസോഡ്സുകൾ കാണുമ്പോൾ സിമ്പിളായിട്ട് ഒരു ബുക്കും പേനയും വെച്ചിട്ട് ഇതിലുള്ള പ്രധാന പോയിന്റ്സ് ഒക്കെ എഴുതി വെക്കാൻ ശ്രമിച്ചാൽ വളരെ നന്നായിരിക്കും. കാരണം
ഇത് ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആണ്. നമ്മളെ ആളുകളുടെ ഒരു സ്ഥിരം സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ജസ്റ്റ് കണ്ട് പുഷ് ചെയ്ത് കളയും. അങ്ങനെ ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റു കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ചെയ്യുക. കൺഗ്രാറ്റ്സ് ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. വരട്ടെ, സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ വെച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യുക. അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പ് ലിങ്ക് ഉണ്ട്. എന്ത് സംശയം ഉണ്ടെങ്കിലും ആ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കും. ഓക്കെ, ബൈ ബൈ.